മൂഴിക്കൽ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. നസ്രീനയെ കൊന്ന ശേഷം നസ്രീനയുടെ ഫോണിൽ നിന്നും അഭിനാൻ സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ചു. നസ്രീന മെസ്സേജ് അയക്കുന്ന രീതിയിലാണ് അദ്നാൻ സന്ദേശം അയച്ചത്. കൊലപാതകത്തിലെ തെളിവ് നശിപ്പിക്കാൻ വീട്ടിലെത്തിയ ആരോ ശ്രമിച്ചതായുള്ള നിഗമനത്തിലേക്കും പോലീസ് എത്തുകയാണ്. ഫോണുകൾ കിണറ്റിലെറിഞ്ഞത് ബന്ധുക്കളാകാമെന്നാണ് പോലീസിന്റെ സംശയം. അനഘ ഹർഷൻ ചേർന്ന വിവരങ്ങളുമായി. അനഘ, ഇപ്പോൾ മൂഴിക്കൽ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു സന്ദേശം അയച്ചു എന്നടക്കമുള്ള വാർത്തകൾ വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് മൂഴിക്കലിലുള്ള സഹോദരിമാരുടെ മക്കളായിട്ടുള്ള അദ്നാനെയും അതുപോലെ നസ്രീനയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ അദ്നാൻ സഹോദരിയായിട്ടുള്ള നസ്രീനയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനുശേഷം പിന്നീട് പോലീസിനെ കുഴക്കുന്നൊരു കാര്യം, ഈ ഇരുവരുടെയും ഫോൺ ലഭിച്ചിരിക്കുന്നത് ഈ വീട്ടുമുറ്റത്ത് ചേർന്നിട്ടുള്ള കിണറിൽ നിന്നാണ്. ഈ കിണറിൽ നിന്ന് ഫോണ് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ഈ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം പരിശോധിച്ചത് അദ്നാന്റെ ഫോൺ ആയിരുന്നു പരിശോധിച്ചത്. അതിനുശേഷം ഈ നസ്രീനയുടെ ഫോൺ പരിശോധിച്ചു. ഈ നസ്രീനയുടെ ഫോണിൽ നിന്ന് ഈ മരിക്കുന്ന 14-ാം തീയതി ഈ നസ്രീന കൊല്ലപ്പെട്ടതിന് ശേഷം ഈ നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാൻ മെസ്സേജ് അയച്ചിരുന്നു. ഈ മറ്റൊരു സുഹൃത്തിനോട് ഈ അദ്നാനെ അറിയുമോ എന്നായിരുന്നു ആദ്യ മെസ്സേജ്. അതിനുശേഷം അപ്പുറത്തുള്ള യുവാവ് അറിയാമെന്ന് പറയുന്നു. ഈ അദ്നാൻ തരാനുള്ള പണം അത് തരില്ല, അദ്നാൻ മരിച്ചു എന്നായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ മെസ്സേജ് അയച്ച ഈ യുവാവ് തിരിച്ച് ഈ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അദ്നാൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ കോഴിക്കോട് തന്നെയുള്ള ഒരു പ്രദേശത്തുള്ള ഒരു യുവാവിൽ നിന്ന് ബൈക്ക് വാടകയ്ക്ക് എടുത്തിരുന്നു. ഈ ബൈക്ക് വാടകയ്ക്കെടുത്ത യുവാവിനാണ് അദ്നാൻ നസ്രീനയുടെ ഫോണിൽ നിന്ന് ആ രാത്രി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മെസ്സേജ് അയച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്നാൻ പറഞ്ഞു താൻ മരിച്ചിട്ടുണ്ട്, മറ്റു ചില കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് താൻ മരിക്കുന്നത്, താൻ തരാനുള്ള പണം തരില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെസ്സേജ്. ആ ബൈക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ കൂടിയായിരുന്നു ആ യുവാവ്. ആ യുവാവിൽ നിന്ന് ബൈക്ക് അദ്നാൻ വാടകയ്ക്ക് എടുത്തിരുന്നു. ആ തുക തരില്ല എന്നായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിനെ കുഴക്കുന്ന മറ്റൊരു കാര്യം, ഈ അദ്നാൻ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ നസ്രീന മരിച്ചതിന് ശേഷമാണ് ഈ ഫോൺ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ കിണറ്റിലേക്ക് ഫോൺ ആരാണ് ഉപേക്ഷിച്ചത്? എന്തിനാണ് ഫോണിൽ നിന്ന് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായത്? ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ബന്ധുക്കളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ബന്ധുക്കളെ ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം എന്തിനാണ് ഇവർ രണ്ടുപേരും മരിച്ചതിന് ശേഷം ഈ ഫോൺ കിണറ്റിലിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ മരണത്തിൽ ബന്ധുക്കൾക്കോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ബന്ധുക്കളെ ഒരു തവണ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമൽ, വ്യക്തമാണ്. മൂഴിക്കൽ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്.